ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച ഫ്ലവേഴ്സ് കോമഡി ഉത്സവം മെഗാ ഇവന്റ് പാർട്ടിസിപ്പന്റ് കോമഡി ഉത്സവത്തിന്റെ സ്വന്തം താരം ഏഷ്യാനെറ്റ്, കൈരളി, സൂര്യ, മഴവിൽ മനോരമ എന്നീ പ്രമുഖ TV ചാനലുകളിലൂടെയും കേരളത്തിലെ പ്രശസ്ത ട്രൂപ്പുകളിൽ നിരവധി സ്റ്റേജ് ഷോകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ അനു മൂവാറ്റുപുഴയെ വേവ്സ് ഇൻ ഓസ്ട്രേലിയ 2019 വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ നമസ്കാരം. വെറൈറ്റി പെർഫോമൻസ് എന്ന് പറയുമ്പോൾ മിമിക്രിയിൽ ഇപ്പോൾ ഒരുപാട് വെറൈറ്റികളുടെ കാലഘട്ടമാണ്. സ്പോട്ട് ഡബ്ബിങ്, അതുപോലെ സ്പോട്ട് സിംഗിങ്, അതുപോലെ വെറൈറ്റി ശബ്ദങ്ങൾ ചെയ്യുന്ന സംഭവം ഒക്കെയുണ്ട്. അപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്നത് വലിയ ഒരു വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ്. ഒരു 10 മിനിറ്റ് സമയത്തിനുള്ളിൽ കുറച്ച് സെലിബ്രിറ്റികളുടെ ശബ്ദം, 101 സെലിബ്രിറ്റികളുടെ ശബ്ദം ഒന്ന് അനുകരിക്കാനുള്ള ശ്രമമാണ്. ഇതിൻ്റെ പ്രോത്സാഹനം എന്ന് പറയുന്നത് ഓരോ സെലിബ്രിറ്റികളെ അല്ലെങ്കിൽ നടന്മാരെ, താരങ്ങളെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ പ്രോത്സാഹനം തന്നെ കൈയടിക്കണം. കാരണം ഞങ്ങളെപ്പോലെയുള്ള ഈ കൊച്ചു കലാകാരന്മാരെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത് ഇതുപോലെയുള്ള വേദികളും അതുപോലെ നാട്ടിൻപുറത്തുള്ള വേദികളിലൊക്കെ പ്രോഗ്രാമുകൾ ചെയ്തിട്ടാണ് ഓരോ വേദികളിലൊക്കെ ഞങ്ങളിങ്ങനെ വളർന്നു വരുന്നത്. അപ്പോൾ ആ പ്രോത്സാഹനം ഈ പ്രോഗ്രാമിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രോഗ്രാമിൽ കിടക്കുകയാണ്. അതിനു മുമ്പ് ഒരു മെൽബണിൻ്റെ ഒരു പടക്കം പൊട്ടണ കൈയടി കിട്ടട്ടെ, അതുകൊണ്ട് ആരംഭിക്കാം. താങ്ക് യു വെരി മച്ച്. 10 മിനിറ്റ് സമയത്തിനുള്ളിൽ അവതരിപ്പിക്കുന്ന താരങ്ങൾ: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ നിന്നും പ്രിയമുള്ള ഓസ്ട്രേലിയയിലെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. അമ്മേ, ഞാൻ നാളെ മെൽബണും മറ്റും പോവാണ്. സാരത വരുന്നു. കരിക്കമ്മേ, ഓർമ്മയുണ്ടോടി നിനക്ക് ഈ മുഖം? നിനക്ക് ഓർമ്മ കാണില്ല. എത്രയോ മുഖങ്ങളിങ്ങനെ. മഹേശ്വരി അമ്മേ, ഞാനൊരു വികാരജീവിയാണ്. നിന്റെ വികാരഭരിതമായ മുഖം കാണുമ്പോൾ ഹൈക്കുലീസ്, എൻ്റെ ചാർജ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നടിച്ച് പൊളിച്ചനെ. അയ്യോ മിസ്റ്റർ പെരേര, ഞാൻ താങ്കളെ കാത്തിരിക്കുകയായിരുന്നു. എന്റെ മുതലെ കുടുങ്ങിക്ക് താങ്കളിട്ട് കൊടുക്കാം. പഴയ മോങ്ക് എന്നെ നന്നായി അറിയാം. തന്നെ കിഴക്കങ്ങാണ്ടുള്ള നസ്രാണി കെട്ടിയതോ ഒക്കെ പഴയ കേട്ടു. ശരിയാണോ? എന്റെ പൊന്നു ബാബു മോനെ, ഇക്കാന്റെ നമ്പർ എപ്പോഴാ മോനെ വഞ്ഞ്? ഒന്ന് പറ ബാബു മോനെ. പണിക്കരി സാറെന്ന് ചുമ്മാതിരി. ഇവളുടെ തള്ളേനെ എനിക്കറിയാം. എന്റെ പഴയ ഒരു പറ്റുപിടിക്കാരിയാ. ഓ, നീ പൊട്ടപ്പനല്ലടാ, തగ్గപ്പൻ. എടാ എഴുതോ, അടിച്ചൊടിക്കടാ. മിസ്റ്റർ വിശ്വം, ദാനവനോട് സംസാരിക്കണം. നിസാര പ്രശ്നമാണോ? പേഴ്സണലായിട്ട് പറയാ, അല്ലെങ്കിൽ വേണ്ട, ഞാനങ്ങ് ഓപ്പണായിട്ട് പറയാം. സുസി, നിനക്ക് ഒടുക്കത്തെ ഗ്ലാമറാടി. എനിക്ക് തൃപ്തിയായി. എടി, എന്നെ മനസ്സിലാക്കാൻ, എന്റെ മനസ്സിന്റെ അകത്ത് ദണ്ണം മനസ്സിലാക്കാൻ കൊച്ചല്ല. പറ്റില്ല, പറ്റില്ല. എന്റെ കാര്യം നമ്മൾ ഏറ്റു, നിന്റെ ഉമ്മാന്റെ കാര്യം. എന്തുവാടേത്? പിഠാപിടിക്കിട്ട തുറക്കപ്പെട്ടവ പോയിക്കട തുറക്കും. ഞാനെത്തിന്ന് സാമി, ആ പെണ്ണ് ശരിയില്ലട്ടാ. ആശാന് തോമാച്ചായന്റെ ആ മുണ്ട് പറിച്ചടി കാണാണ്ട് തന്നെ ആയിരുന്നു. വെല്ലുമാമൻ കൊന്നുമാമൻ ചേർന്ന് തള്ളിയിട്ട് ഇന്ന് 6 വർഷം തികയുന്നു. അയ്യോ ബിന്ദു, എന്താടി നിന്റെ ഭാവം? നീ ആരടി കൊച്ചിരാന്റെ കൊച്ചുമുള? അയ്യോ, പരിഹസിക്കരുത്. മെഡിസിന് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ എഞ്ചിനീയർ ആയേനെ. LLBക്ക് പഠിച്ചത് ഞാൻ. നിശാകന്റെ ഓർക്കസ്ട്ര ഗാനമേള ഏഴാടി നിമിഷം ആരും കൊച്ചേക്കോട്ടെ എക്കോ വേണ്ട. ചെയ്തതല്ല കാപ്പിട കൊത്ത കാശ അല്ലത്തെ കട പൂട്ടട പപ്പ് ആശ്രമത്തിൽ എടുക്കുന്ന കിരിക്കാരനപ്പല്ല പപ്പുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ മമ്മൂട്ടിയാണ്. മെൽബണിലെ ഈ ഷോയിൽ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നന്ദി. നീ പോമോനെ ദിനേശ, കാക്കിയിട്ടവന്റെ നേരെ കൈ ഓങ്ങിയാൽ നിനക്ക് നോവില്ല. കൂട്ടത്തിലൊരുത്തൻ ചങ്കി കീറി ചോരയേൽപ്പിച്ച് നിന്നാലും ഷട്ടിൽ മോഹൻ തോമസ് എന്ന് കേട്ടപ്പോഴേ എന്റെ കർണത്തടിച്ച പോലെയാ എനിക്ക് തോന്നിയേ. സാറേ, എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ തലയിൽ മുടിയില്ല, പിന്നെ ജാവ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെ, എന്നെ അനുഭവിച്ചിട്ട് മറ്റോടത്തോടെ തന്നെ പറഞ്ഞത്. ബേബിച്ചേട്ട, സോണിയോട് ഞാൻ ഡിങ്കോൾഫിയ. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? കരയാൻ വേണ്ടി പറഞ്ഞതല്ല, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ മാധവൻ IPS വട്ടപൂജ്യം. അവനെനിക്ക് ശൂന്യം. ആരുടെ ചെക്കാത് ഇവിടെ തലിയാണ് പനിനീര് തലിയാണ്. എന്തൊക്കെ മറക്കണോ? എന്തുകൊണ്ട് എന്റെ സ്വാമി കല്യാണം കഴിച്ചില്ല? പാവലശ്ശേരി ചോരം കല എന്നെ മനസ്സിലായില്ലേ? ഞാനാ മാള
മാളയെന്ന് പറയുമ്പോ വഴപ്പോളയല്ല വീരപ്പല്ലേ മനസ്സിലായി. താൻ ആ കാട്ടിലെ ചന്ദ്രനൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോവാ. ഈ ഒരു നിമിഷം കൊടുത്തോളാം. അയ്യോ മിസ്റ്റർ ഗോവർദ്ധൻ, അരേ ഗോവർദ്ധൻ. ഹായ്, അസ്സലാമു അലൈക്കും, മദന നമസ്കാരം. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ നാദിർഷയാണ്. സത്യം പറഞ്ഞാൽ ഏത് പാട്ട് കിട്ടി കഴിഞ്ഞാലും അതിന് നേരെ തലതിൽ അമ്മച്ചി ആ പെട്ടി എന്ന് പറയാം. അമ്മച്ചിക്ക് ആ പെട്ടി കിട്ടിയിട്ടൊരു കാര്യമില്ല. എക്സ്ക്യൂസ് മീ, അത് കാര്യമായിട്ട് പറഞ്ഞാണോ? എനിക്കിട്ടത് താങ്ങിയതാണോ? പിന്നെ സ്വർഗം പോലെ കഴിഞ്ഞിരുന്ന വീട് ചേച്ചി ഒറ്റയാണ് നരകം പോലെ ആക്കിയത്. എന്റെ പൊന്ന് ചേച്ചി, എന്റെ മോനെ മുന്ന നിന്നെയാണോടോ ഞാൻ ഇത്രയും കാലം തല്ലി ചോദിച്ചത്. മോനെ ഈ ബാപ്പോട് ക്ഷമിക്കടാ. മച്ചാ, ഇതാണ് നമ്മുടെ പള്ളി. ഇങ്ങനൊരു സാധനം കുറെ നാളായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഇതൊരു ചെടിയാണ്, നമ്മുടെ നല്ല തുളസി കൊണ്ട് കുരുവിട്ട് മുളപ്പിച്ച ഇടുക്കിയിൽ ഇളം കാറ്റത്ത് ഇതിന് വൻകതിരുകളുണ്ടാവും. അമ്മച്ചി ആര് തൊപ്പിക്കാൻ? പണ്ട് വാഗത്താനെന്ന് വെല്ലിപ്പച്ചന്റെ കൈയും പിടിച്ചു വന്ന കൊച്ചു പ്രായമില്ലേത്. മക്കളും എന്നറിയാൻ പാടില്ലാത്തവൻ വഴിയരികിൽ പതികനായി കാത്തു നിൽക്കും വഴിതെറ്റും. വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ കേരളത്തിൽ ഈ തവണയും ഞങ്ങളുടെ പാർട്ടി തന്നെ കയറും. ആ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നില്ല, ഒരു കാരണവശാലും കയറാൻ പോകുന്നില്ല. ആ പറഞ്ഞ് ഞാനും അംഗീകരിക്കുന്നു. എന്നെ ചോട്ടിയാരൊക്കെ തോറ്റു പോകുന്നതാണ് എൻ്റെ ആഗ്രഹം. ഈ ഗുരുവായൂരപ്പ ആ പറഞ്ഞ റൈറ്റാണ്. ഏത് പാർട്ടി വന്നാലും ഓൻ്റെ പാർട്ടി തന്നെ കയറട്ടെ, നമ്മുടെ പാർട്ടി. അച്ഛൻ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. അച്ഛൻ പറഞ്ഞതിന്റെ കൂടെ തന്നെ ഞാൻ. ആരാ പറഞ്ഞ മാണി കോഴ വാങ്ങിയെന്ന്? മാണി ഒരു കോഴയും വാങ്ങിയിട്ടില്ല. വെളിയിൽ പാലയിൽ വന്ന് നോക്കിയാട്ടെ. എന്തോ നാടേ ഇത്? മേലു നില്ല് പുല്ല് പോയേട്ട് എന്തോന്ന്? സാവിത്രി ചേച്ചി, ഉണ്ണിത്താൻ ചേട്ടൻ വല്ലതും പറഞ്ഞോ? ഉണ്ണിത്താൻ ചേട്ടൻ വല്ലതും പറഞ്ഞു? പാപ്പിച്ചായോ, അപ്പഴേയും പാപ്പിച്ചായനെ കണ്ട് ഞാൻ ചെത്തിക്കളയുന്ന നാട്ടുകാർ വിടുന്നത്. അതെ പിഷാരുടെ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ ഒരു പ്രോഗ്രാമിന് വരാൻ പറ്റിയതിൽ എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിയാണ്. പണ്ട് ഈ ആമിനാത്താത്താൻ്റെ ഒക്കെ സൗണ്ടാണ് കൂടുതലൊക്കെ ഞാൻ സ്റ്റേജിൽ കൂടെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. മലയാള സിനിമ എന്ന് പറയുന്നത് മൂലിച്ചുതിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മലയാള സിനിമ. ആശാന് അവന്മാര് നിസ്സാര ടീമല്ല, ആശാനെ കിണ്ണൻ ടീമാണ്. അവന്മാര് പ്രൈസ് പണിയിരട്ട ആശാന്. ഇപ്പൊ വരെ ജോലി എന്നൊക്കെ പറഞ്ഞ അതിനകത്തിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. ഐ മീൻ വാട്ട് ഐ വാൻ. മലയാള സിനിമയിൽ നാദർഷയാണ് പല താരങ്ങളെയും കൊണ്ടുപോകുന്നത്. കലാഭവൻ മണിയെ കൊണ്ടുപോകുന്നത് നാദർഷയാണ്. അത് പച്ചപ്പനം തത്താന്നും പറഞ്ഞ എന്റെ പുതിയ സിനിമയിൽ ദിലീപനും കാവ്യ മാധവനെയും വെച്ച് അഭിനയിപ്പിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അത് സാധിക്കും. വീരേന്ദ്രൻ ഇവന്റെ മകനാണ് അവൻ, അവന്റെ മകനാണ് ഇവൻ. ഇത് എന്റെ മകൻ പ്രേമേന്ദ്രൻ. കാരാന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് കാല കയറാറുണ്ട്. എന്റെ മൊയിലാളിയുടെ എത്ര തവണ പറഞ്ഞു മൊയിലാളി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ കോട്ടയം നസീറാണ്. പഴയ ജനാർദ്ദനും പുതിയ ജനാർദ്ദനും തമ്മിലുള്ള ശബ്ദവ്യത്യാസം. എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ള താരങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. അതെ, ഒന്നും പറയല്ല, കിടുക്കാച്ചിയായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടാ, സെറ്റപ്പ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ടിനി ടോമാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ചുള്ള വ്യക്തമായുള്ള സ്കിറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയാണ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈസ്റ്റേൺ പവേർഡ് ബൈ കോമഡി ഉത്സവത്തിലേക്ക് സ്വാഗതം. എന്റെ പിന്നെ മാമച്ച, എന്റെ പൊന്നുനേറി, നിന്നോട് 100-110 ഞാൻ പറഞ്ഞതാണോ മച്ചാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ? ഹാറ്റിങ്ങളാണോ വീട്? ഹാറ്റിങ്ങള് HDFC ബാങ്കിൽ ഉറക്കുന്ന ഭാസ്കരമാർ പറയൂ, അറിയൂന്നോ? ഒടുക്കത്തെ ക്ലാമറപ്പോ നീ നിനക്ക് നിന്നെപ്പാ. അതെ, പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്ന പോലെ കുട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നൊരു ബോർഡ് വെച്ചാലോ മച്ചമ്പി? സംഗീതം എന്ന് പറയുന്നത് അനന്തമായ ഒരു സാഗരമാണ്. ഈ സാഗരത്തിൽ അല്ല പടയ്ക്കോന് എന്തോരാൾക്കാരത്. സംഗേ കണ്ണീരിരണ്ട് സംഗേ ലജ്ജാവതിയ നിന്റെ കള്ളക്കട കണ്ണിൽ ലജ്ജാവതി. പ്രേമേന്ദ്രനല്ലേ സാരായാവല്ലവൻ? തന്നെ എനിക്ക് മനസ്സിലായി. ശിവ അൻപുക്കുള്ള പെരുമക്കളെ വണക്കം. ഞാൻ ഉങ്ങളുടെ പ്രഭു പേഴ്സറെ. എല്ലാവർക്കും നന്ദി. അമ്പടികളെ തീപ്പെട്ടിക്കോലെ ഒരിക്കും പക്കത്തും നീങ്ങ് വളർന്നു പോയടി വച്ചേ. എടീ ചങ്ങനാശ്ശേരിക്കാരൻ മത്തായി ചുണ്ടുമുള്ളു ചന്ദ്രിക, നീ എന്നതാടേ കരുതിയേ? നാളെ വരുമ്പോ നിന്റെ മുഖത്ത് ഈ മീശ കാണരുത്, വടിച്ചേച്ചും വന്നും കേട്ടോടാ. ക്ലീൻ ഷേവ്.
അമ്മാമ്മേ കോടിയെ ഓടിച്ചിട്ട് പഠിക്കുന്നു, മുട്ടയിടിപ്പിക്കുന്നു. ശ്യാമളെ എല്ലാവർക്കും ശ്രീകണ്ഠൻ നായർ ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് എത്തിയിട്ടുള്ളത് മോഹൻലാലും മമ്മൂട്ടിയുമാണ്. ഇവരോട് നമുക്കൊന്ന് ചോദിക്കാം. ആരാപരാസുതാ മോനെ, ഒരു തീപ്പട്ടി ഉണ്ടോടാ ഒരു വീഡിയോ എടുക്കാൻ? ഇല്ലെങ്കിൽ വാടാ. അവിടെ നിൽക്കവിടെ. എന്റെ പേര് ശങ്കരാടി. ഒന്നങ്ങട്ട് ആടിയിട്ടല്ല. എല്ലാവരും പറയുന്നു ഒരുപാട് സീഡികളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞ എന്റെ സീഡി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതാണ് സത്യം. എന്ന് നിന്നോട് ഞാൻ മഞ്ഞക്കോളറുള്ള കുപ്പായം എടുത്തോണ്ട് വരാനല്ലേടാ ഞാൻ പറഞ്ഞു. കണ്ണി കണ്ട പെൺപിള്ളേരൊക്കെ ഏത് പാതിരാത്രി വിളിച്ചാലും അവന് ഫോൺ എടുക്കുന്ന കുഴപ്പമില്ല. സ്വന്തം അമ്മ വിളിച്ചാ എല്ലാവരും നമസ്കാരം. ജാതികൾ സലികുമാറാണ്. കാണാനുള്ള ആവരണം ഓർക്കുന്ന ബുദ്ധിയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കണ്ണാടിയിലേക്ക് സ്വാഗതം. കണ്ണാടിയുടെ ഈ എപ്പിസോഡ് പോകുന്നത് അടിച്ചു തരാടെ നിന്നെ ആണ്ടവനോ അതോ സേഡ്ജിയോ? അടിച്ചതല്ല തൊഴിച്ചതാണല്ലേ. എടാ 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 മണുകൂടാഞ്ച, നിന്നോട് എത്ര തവണ പറഞ്ഞാവേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ലേന്ന്? അന്ന് പാലക്കാട് കോട്ട മൈതാതി തൊട്ട് പട്ടിയെ തല്ലുന്നവനെ എന്നെ ഓടിച്ചിട്ട് തല്ലിയതാവൻ. എന്റെ കർത്താവേ, സത്യം പറഞ്ഞ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഒരു കാര്യം ഞാൻ ചെയ്തില്ലെന്ന് പറഞ്ഞില്ല, ഒരു കാര്യവുമില്ല. മോനെ ഒന്നും പറയാനില്ല മോനെ, അസാധ്യ പെർഫോമൻസ് ആണ്. സൂപ്പർ ആയിരുന്നു. ഒരു ബിഗ് സല്യൂട്ട് ഞാൻ തരികയാണ് മോനെ. അടിപൊളി പെർഫോമൻസ്, ബിഗ് സല്യൂട്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സാജു കുര്യനാണ്. അവനത്താത്തയുടെ വാജ്പേയിയുടെ ഒക്കെ ഫിഗറാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കിടക്കി ചെയ്തോണ്ടിരുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ നാട്ടിലെ താരം ആര് തന്നെ ആയിക്കോട്ടെ, കേരള നിയമസഭയിലെ താരം ഞാൻ തന്നെയായിരിക്കും. മെൽബണിൽ എല്ലാവർക്കും എൻ്റെ ലാൽ സലാം. താങ്ക് യു വെരി മച്ച്. ഇഷ്ടമായോ? താങ്ക് യു വെരി മച്ച്. ഇനി അടുത്ത ഒരു വെറൈറ്റി പെർഫോമൻസ് ഒക്കെ ആയിട്ട് ഇടയ്ക്ക് വരാം. നിങ്ങളുടെ ഇതുപോലെയുള്ള കൈയടി ഞങ്ങളുടെ എല്ലാ ഐറ്റത്തിനും വേണം.